മാറുമോ മറിയുമോയിൽ ഇനി നമ്മൾ പരിശോധിക്കുന്നത് തൃശൂർ ജില്ലയിലെ 13 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽപ്പെട്ട കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം. LDF-ന് വേണ്ടി VR സുനിൽകുമാർ സിറ്റിംഗ് MLA, UDF-ന് വേണ്ടി OJ ജനീഷ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ, BJP-ക്ക് വേണ്ടി ഡോക്ടർ വർഗീസ് ജോർജ് എന്നിവർ മത്സര രംഗത്ത്. 10 വർഷത്തിന് ശേഷം കൊടുങ്ങല്ലൂർ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇത്തവണ കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷിലൂടെ വിജയ പ്രതീക്ഷയിലാണ് UDF. കൊടുങ്ങല്ലൂർ ഇടത് കോട്ടയാണെന്നും സീറ്റ് നിലനിർത്തുമെന്നുമാണ് സിറ്റിംഗ് MLA VR സുനിൽകുമാറിന്റെ ക്യാമ്പ് പ്രതീക്ഷിക്കുക. അപ്പോൾ UDF അങ്ങനെ ആരുടെയും കുത്തകയായ ഒരു മണ്ഡലമല്ല. അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അടുത്ത കാലത്തെ കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചരിത്രം ഒന്ന് വേഗത്തിൽ പരിശോധിക്കാം. കൊടുങ്ങല്ലൂരിൽ എന്താണ് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ സംഭവിച്ചതെന്ന് നോക്കൂ. 2011 ഇതിനു മുമ്പ് UDF സർക്കാർ അധികാരത്തിലേറിയ 2011 അവിടെ 9432 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് TN പ്രതാപൻ ജയിച്ച മണ്ഡലമാണ് കൊടുങ്ങല്ലൂര്. പിന്നീട് TN പ്രതാപൻ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പോയി. പിന്നീട് ഇപ്പോൾ അദ്ദേഹം മണലൂരിലാണ് മത്സരിക്കുന്നത്. 2016 KP ധനപാലനായിരുന്നു അവിടെ പ്രതാപന് പകരം മത്സരിച്ചിരുന്നത്. പക്ഷേ VR സുനിൽകുമാറിലെ ആ സീറ്റ് തിരിച്ചുപിടിച്ചു LDF. അന്ന് 22,791 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് 2016 LDF അവിടെ വിജയിച്ചത്. 2021 ആ സീറ്റ് നിലനിർത്തി സുനിൽകുമാർ 23,893 വോട്ടാക്കി ഭൂരിപക്ഷം ഉയർത്തുകയും ചെയ്തു. ഇക്കുറി എന്ത് സംഭവിക്കും കൊടുങ്ങല്ലൂരിൽ എന്നതാണ് ചിത്രം. ഞങ്ങളുടെ പ്രതിനിധി നട്രാജ് പരശുറാം വിശദാംശങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. നട്രാജ്, കൊടുങ്ങല്ലൂർ ഇത്തവണ ഒരു ഹെവി ഫൈറ്റ് നടന്നു എന്നുള്ള വിലയിരുത്തലുകളാണ് ഇതിന് മുമ്പ് വന്നത്. അപ്പോൾ കൊടുങ്ങല്ലൂർ ഇടത് കോട്ടയാണെന്ന് നമുക്ക് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ എടുത്താൽ അതിന്റെ ചിത്രമെടുത്താൽ പറയാൻ കഴിയും. പക്ഷേ 2011 എന്ന് വെച്ചാൽ UDF-ന് അനുകൂലമായ ഒരു കാറ്റുണ്ടായിരുന്ന 2011 ആ സീറ്റ് TN പ്രതാപനിലൂടെ UDF പിടിച്ചൊരു സീറ്റാണ്. അതുകൊണ്ട് ആർക്കും ഒരു കുത്തകയാക്കി വെക്കാൻ കഴിയാത്തൊരു മണ്ഡലം കൂടിയാണ്. ഇക്കുറി എന്ത് സംഭവിക്കും കൊടുങ്ങല്ലൂരിൽ? സൈഫുദ്ദീൻ, മാറിയും മറിഞ്ഞുമുള്ള ഒരു സ്വിംഗ് സ്വഭാവം എപ്പോഴും കാണിക്കുന്നു കൊടുങ്ങല്ലൂർ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. 2011 UDF-നൊപ്പം നിന്നെങ്കിൽ കഴിഞ്ഞ 2 തവണ LDF-നൊപ്പം നിന്നു. ഇത്തവണ വീണ്ടും UDF-നൊപ്പം മറിയുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. UDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം ചുറുചുറുക്കുള്ള യുവാവായ നല്ല മികച്ച കാൻഡിഡേറ്റിനെ അവിടെ ഇറക്കി എന്നുള്ളൊരു കോൺഫിഡൻസ് UDF ക്യാമ്പിനുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷിനെ തന്നെ രംഗത്തിറക്കിയതോടുകൂടി കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി എന്നുള്ള വിശ്വാസത്തിലാണ് UDF ക്യാമ്പുള്ളത്. ജനീഷ് മാള സ്വദേശിയാണ്, മണ്ഡലത്തിലെ ആളാണ്. ജനീഷിനെ വലിയ പ്രതീക്ഷയോടുകൂടി UDF നേതൃത്വം നോക്കിക്കാണുന്നു. അതുകൊണ്ട് തന്നെ അത് ഗുണം ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷ UDF-നുണ്ട്. അതുകൊണ്ട് ഇത്തവണ ഭരണവിരുദ്ധ വികാരവും കൂടി വരുമ്പോൾ ഉറപ്പായും കൊടുങ്ങല്ലൂർ മണ്ഡലം തങ്ങളുടെ പോക്കറ്റിലിരിക്കും എന്നാണ് UDF കണക്കുകൂട്ടുന്നത്. 2011-ലെയും 2016-ലെയും ഒക്കെ സ്ഥിതി നമ്മൾ കണ്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ലീഡ് കിട്ടിയ മണ്ഡലമാണെങ്കിൽ പോലും വലിയ രീതിയിൽ ഇത്തവണ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട്. 6 പഞ്ചായത്തുകളുണ്ട് മണ്ഡലത്തിൽ. അതിൽ ഒരു മുനിസിപ്പാലിറ്റി ഉണ്ട്. ഇതിൽ 4 പഞ്ചായത്തുകളിൽ UDF ആണ് ഇത്തവണ ഭരണം പിടിച്ചിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. 2 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും LDF-ന് ഭരണമുണ്ട്. ഈ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ BJP-ക്ക് വലിയ വോട്ടുള്ള ഒരു സ്ഥലം കൂടിയാണെന്നുള്ളത് പ്രത്യേകം ഓർക്കണം. പക്ഷേ ഇത്തവണ BJP സ്ഥാനാർത്ഥിയെ അല്ല മണ്ഡലത്തിൽ നിർത്തിയിരിക്കുന്നത്, 2020 സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് BJP വോട്ടുകൾ വിഘടിച്ച് കോൺഗ്രസിനും LDF-നും പോകാനുള്ള സാധ്യത കൂടി നമുക്ക് തള്ളിക്കളയാനാവില്ല. അങ്ങനെയെങ്കിൽ ഈ വോട്ടുകൾ ആർക്ക് ഗുണം ചെയ്യുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. UDF ഇത് തങ്ങൾക്ക് വലിയ ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ LDF തങ്ങളിലോട്ട് വരുന്ന വോട്ടുകളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. തീരദേശ മേഖല ഏറെയുള്ള പ്രദേശമാണ്. തീരദേശ മേഖലയിലെ വോട്ടുകളൊക്കെ തന്നെ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് ഇരു മുന്നണികളും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂനപക്ഷ സമുദായങ്ങൾ ഒരുപാട് പേരുള്ള ഒരു സ്ഥലം കൂടിയാണ് കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വോട്ടുകളും കോൺഗ്രസ് തങ്ങൾക്ക് അനുകൂലമാണെന്ന് പറയുമ്പോൾ മണ്ഡലം കടുത്ത ഇടത് കോട്ടയാണെന്ന് ആവർത്തിക്കുകയാണ് CPM. പക്ഷേ CPM സിറ്റിംഗ് MLA-ക്കെതിരെ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പല കോണുകളിൽ നിന്നും വിമർശനം വന്നിട്ടുണ്ട് എന്നുള്ളതും ശരിയാണ്. സന്ദർഭത്തിനൊത്ത് VR സുനിൽകുമാർ ഉയർന്നിട്ടില്ല എന്നുള്ള ആരോപണം പല ഭാഗത്തുനിന്ന് വരുമ്പോൾ അതൊരു പ്രചാരണം മാത്രമാണ് എന്ന് LDF പറയുകയും ചെയ്യുന്നു. എന്തായാലും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ കളത്തിലിറക്കിക്കൊണ്ട് ഇത്തവണ പോര് ഘടിപ്പിക്കുമ്പോൾ കോൺഗ്രസിന് വലിയ പ്രതീക്ഷയുണ്ട്. ജില്ലയിൽ നിലവിൽ 1 സീറ്റാണ് കോൺഗ്രസിനുള്ളതെങ്കിലും ഇത്തവണ 4 മുതൽ 5 സീറ്റ് വരെ ജയിക്കാമെന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുമ്പോൾ ആ 5-1 കൊടുങ്ങല്ലൂരാണെന്ന് DCC നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഉറപ്പിച്ചു പറയുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനിലൂടെ നേടാമെന്ന് കോൺഗ്രസ് പ്രതീക്ഷ വെക്കുമ്പോൾ VR സുനിൽകുമാർ മണ്ഡലം നിലനിർത്തും എന്നുള്ളൊരു പ്രതീക്ഷ LDF-ഉം പറയുന്നു. ഇത്തവണ NDA സംബന്ധിച്ചിടത്തോളം മണ്ഡലത്തിൽ വലിയ പ്രതീക്ഷയില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പോൾ കാറ്റ് മാറുമ്പോഴൊക്കെ ഗതിമാറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ് കൊടുങ്ങല്ലൂർ. ഇക്കുറി കാറ്റ് മാറി വീശിയാൽ സ്വാഭാവികമായും കൊടുങ്ങല്ലൂരും മാറും എന്ന് UDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നു. എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.